അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ. തലനരയ്ക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. കേരള രാഷ്ട്രീയത്തിലെ സമരസൂര്യൻ VS അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പുരോഗമന കേരളത്തെ പരുവപ്പെടുത്തിയ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി. അവസാന ശ്വാസം വരെ കർമ്മനിരതനായ കമ്മ്യൂണിസ്റ്റ് എന്നിങ്ങനെ VS മലയാളികളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം സമാനതകളില്ലാത്തതാണ്. പോരാട്ടമെന്ന വാക്കിൻ്റെ ആൾരൂപമായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ VS എന്ന രണ്ടക്ഷരം വെറുമൊരു പേരായിരുന്നില്ല, ചൂഷണങ്ങൾക്കും അസമത്വങ്ങൾക്കെതിരെയുമുള്ള ഒരു ഇടിമുഴക്കമായിരുന്നു. ഒരു വർഷം മുമ്പ് ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയെങ്കിലും മലയാളികളുടെ മനസ്സിൽ വിപ്ലവ വീര്യത്തിൻ്റെ ചെങ്കനലായി VS ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. അടിക്കുന്ന വടിപിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെയും മക്കൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ തൊട്ടി നുണയേണ്ടവനാണ് ഈ അടിക്കുന്നവനെന്ന് അടിക്കുന്നവർ ഓർക്കുന്നു. ആ ഒരൊറ്റ മുദ്രാവാക്യം വിളിയിൽ പലരുടെ സങ്കടങ്ങൾ ഒഴുകിപ്പോയി. ആശ നശിച്ചുപോയ നൂറു മനുഷ്യർ എഴുന്നേറ്റു നിന്നു. പുന്നപ്ര വയലാറിൽ തുടങ്ങി സൂര്യനെല്ലിയിലെയും മൂന്നാറിലെയും വൻമലകളിൽ തട്ടിയ ആ മുദ്രാവാക്യം പ്ലാച്ചിമടയിലെ പൊരിയുന്ന വെയിലത്തും എൻഡോസൾഫാൻ ഇരകൾക്കായുള്ള പോരാട്ടത്തിലും മുഴങ്ങിക്കേട്ടു. VS എത്തുന്നിടത്തെല്ലാം ജനം തടിച്ചുകൂടി. VSനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചത് സഖാവ് P. കൃഷ്ണപിള്ളയുടെ സ്വാധീനമായിരുന്നു. തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെ ജ്വലിക്കുന്ന ഏടായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുന്നണിയിൽ VS അച്യുതാനന്ദൻ നിന്നു. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോയപ്പോൾ അതിലൊരാളായി നിന്നു VS അച്യുതാനന്ദൻ. 1980 മുതൽ 1992 വരെ 12 വർഷം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, 1985 മുതൽ 2009 വരെ 24 വർഷക്കാലം CPM പോളിറ്റ് ബ്യൂറോ അംഗം. പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിൻ്റെ കാലവും ഉണ്ടായിരുന്നു VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പാമോലിൻ, ലാവ്ലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി. എൻഡോസൾഫാൻ, പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. മതികെട്ടാൻ മല നടന്നു കയറി. 82-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. അധികാരത്തിലിരിക്കുമ്പോഴും സമരമായിരുന്നു ആ ജീവിതം. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. അവസാന ശ്വാസം വരെ കർമ്മനിരതനായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ്. അടുത്തൊരു നൂറ്റാണ്ടിന് കൂടി കരുത്തു പകർന്നാണ് ഒരു നൂറ്റാണ്ടോളം നീണ്ട ആ സമർപ്പിത ജീവിതത്തിന് അന്ത്യമായത്. VSനോളം വലിയൊരു നേതാവ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നു തന്നെ വേണമെങ്കിൽ പറയാം. സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിനുടമയായ VSൻ്റെ ഓർമ്മകൾക്ക് കണ്ണൂർ മീഡിയയുടെ ആദരാഞ്ജലികൾ.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.